ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. 2025 നല്ലൊരു അനുഗ്രഹം നിറഞ്ഞ വർഷമായിരിക്കണമെന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നമ്മൾ ചെയ്യേണ്ടത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതം നമുക്കൊന്ന് പുതുക്കി പണിയാം. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം. ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകരുത് എന്നതാണ്. വചനം പറയുന്നു, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. 2025 വർഷം മുഴുവനും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കണം. അത് നിർബന്ധമാണ്. ഉറക്കത്തിൽ പോലും നമ്മുടെ ഹൃദയം ദൈവത്തിലായിരിക്കണം. കുറച്ച് സമയം നമുക്ക് കിട്ടിയാൽ ഈശോയോട് നമ്മൾ സംസാരിക്കണം. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ഹൃദയം യേശുവുമായി ഒന്നായിരിക്കണം. അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴും യേശുവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ആ ഒരു ഹൃദയ ബന്ധമാണ് യേശുവുമായി നമുക്കുണ്ടാകേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ കൊല്ലം എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യം ന്യൂ ഇയർ കുർബാനയിൽ വളരെ ചുരുക്കം പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ എന്നതാണ്. എൻ്റെ കോളനിയിൽ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തി ദൈവത്തോടു കൂടെയായിരിക്കേണ്ട സമയം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം ദൈവഭയമില്ലാതെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ മക്കൾ, കുടുംബസമേതം പള്ളിയിൽ പോകാതെ മദ്യം കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെയായിരിക്കണോ അതോ മദ്യപാന ലഹരിയിൽ ആഘോഷിക്കണോ എന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങൾ തന്നെ അത് തീരുമാനമെടുക്കണം. ആഘോഷത്തിൽ പങ്കെടുത്ത വ്യക്തിക്ക് ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വളരെ വലിയ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ദൈവം ഒരു പുതിയ ജീവിതം കൊടുത്ത ആ മകള് അത് ഓർക്കാതെ പുരുഷന്മാരോടൊപ്പം മദ്യപാനികളുടെ കൂടെ ആഘോഷിക്കുകയാണ്. 20ഉം 22ഉം വയസ്സായ കുട്ടികൾ ഇത് കണ്ട് അവരുടെ കൂടെ ആഘോഷിക്കുന്നു. വേദനയോടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ എന്തു സന്ദേശമാണ് പുതിയ തലമുറയ്ക്ക് ഇതിൽ കൂടി നൽകുന്നത്? ഇത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. പ്രിയമുള്ളവരെ, ഞാൻ ഇതെല്ലാം മാറ്റിവെച്ച് എൻ്റെ കുഞ്ഞിനെയും കൂട്ടി പള്ളിയിലേക്ക് പോയി. നിങ്ങൾ എന്തും ആഘോഷിച്ചോളൂ, ആഘോഷിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തു വേണം നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ. ദൈവത്തെ നമ്മൾ നിന്ദിക്കരുത്. ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ മദ്യം കഴിച്ച് കൂടിയ ആരും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടണം. ക്രിസ്ത്യാനിക്കാണ് ഇന്ന് ദൈവത്തെ വേണ്ടാത്തത്. നമ്മൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്ന പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ നിന്ദിക്കുന്നതിനും ദൈവഭയമില്ലാതെ പെരുമാറുന്നത് കണ്ട് വല്ലാതെ വിഷമിക്കാറുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ അവസ്ഥയിലുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടണം. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, വേണ്ടപ്പെട്ടവർ തള്ളി പറഞ്ഞേക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായേക്കാം. എന്നാൽ പോലും ദൈവത്തിനെതിരായി നിങ്ങൾ പെരുമാറരുത്, മനുഷ്യരെ സുഖിപ്പിക്കരുത്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഒരിക്കൽ കൂടി സമാധാനവും സമൃദ്ധിയും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ആമേൻ.